ഹലോ everyone. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോണ്ട ഹൈനസ് CB350യുടെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഓണർ മിസ്റ്റർ രാഹുലിനെ വെൽക്കം ചെയ്യാം. ഹലോ, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പൊ 2021 ഫെബ്രുവരി എടുത്താണ്. ഫെബ്രുവരി 3 വർഷം ആവുന്നു. എത്ര കിലോമീറ്റർ ഓടിയുണ്ടോ? ഇപ്പൊ ഒരു 28ന്റെ അടുത്തായി. 28,000 കിലോമീറ്റർ ഓടി. ഓക്കെ. അപ്പൊ ഈ വണ്ടി എടുക്കുന്ന ടൈമിനുണ്ടായിരുന്ന സജഷനിലുണ്ടായിരുന്ന മറ്റുള്ള വണ്ടികൾ ഏതൊക്കെയായിരുന്നു? ഞാൻ എടുക്കുന്ന ടൈമിൽ ആദ്യം ഞാൻ ജാവയാണ് നോക്കിയത്. ജാവ 42. എന്റെ കസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ജാവ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡോമിനാർ 400ഉം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോമിനാർ 400 വീട്ടിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല എനിക്ക് അറിയായിരുന്നു. കാരണം മറ്റേ ബാക്കിലിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആ സമയത്താണ് ഹോണ്ട ഇറങ്ങിയത്. അപ്പൊ ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പൊ തന്നെ അഡ്വാൻസും കൊടുത്ത് ബുക്ക് ചെയ്തു. ഈ വണ്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ്? ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊന്ന് എഞ്ചിൻ ആണെന്നുണ്ട്. എഞ്ചിനാണ്. ഹോണ്ടയുടെ എഞ്ചിൻ പൊതുവെ എല്ലാവർക്കും അറിയാം, നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. എന്നാലും നമുക്ക് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടാണെങ്കിലും ബൈക്ക് ഓടിക്കാറുണ്ട്. വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വൈബ്രേഷൻ എനിക്ക് ഇതുവരെ വലിയ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഏത് സ്പീഡിൽ പോകുമ്പോഴാണ് ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ഒരു 80 ക്രൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ അല്ലേ? പിന്നെ ഇതിന്റെ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത് സോളോ ആയിട്ട് വേണമെങ്കിൽ പക്കയാണ് വണ്ടി. പക്ഷെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്ര കംഫർട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റേ ഇത് വെക്കേണ്ടി വരും, പില്ലിയന്റെ സപ്പോർട്ട് ഒക്കെ ബാക്ക് റെസ്റ്റ്. അതൊക്കെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പില്ലിയൻ ഇരിക്കാൻ പറ്റും. സീറ്റ് ഇത്രയും ലെങ്ത് കുറവാണ്. ബാക്ക് സീറ്റ് ഭയങ്കര ലെങ്ത് കുറവാണ്. എന്തായാലും റൈഡർക്ക് നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ്. നല്ല വീതിയൊക്കെ ഉള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ഹോണ്ട ഇപ്പൊ ഇതിന്റെ മറ്റേ ഡ്യുവൽ സീറ്റ് ഇറക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ആക്സിലേറ്ററിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് കാര്യങ്ങളുണ്ട്. സാധാ ക്രൂസ് ബൈക്ക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. ഇതിന്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹൈ സ്പീഡ് ഞാനൊരു 120 വരെ കയറ്റിയിട്ടുണ്ട്. എനിക്ക് വലിയ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്റ്റേബിൾ ആണ് വണ്ടി. സ്റ്റേബിൾ ആണ്. വൈബ്രേഷൻ കുറവാണല്ലോ പൊതുവെ. പിന്നെ എനിക്ക് മിററിന്റെ അവിടെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലർ മിറർ മാറ്റി വേറെ മിറർ യൂസ് ചെയ്തപ്പോ റെഡി ആയെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ നമ്മുടെ റോയൽ എൻഫീൽഡില് ഞാൻ ഫ്രണ്ടിന്റെ ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ വൈബ്രേഷൻ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ആക്സിലേറ്ററിന്റെ റെസ്പോൺസ് ഞാൻ വിചാരിക്കുന്നിടത്ത് വണ്ടി എത്താറുണ്ട്, കിട്ടുന്നുണ്ട്. ഓവർടേക്കിങ്ങിലാണെങ്കിലും ഞാൻ എന്റെ കൺട്രോൾ വണ്ടി കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങിന്റെ ഒക്കെ ഒരു പാട്ടിലേക്ക് വരുന്നത്, ബ്രേക്കിംഗ് ബാക്ക് ബ്രേക്ക് ഭയങ്കര ശോകമാണ്. ഫ്രണ്ട് ബ്രേക്ക് ആണ് ബൈറ്റ് ഉള്ളത്. ഇപ്പൊ നോക്കാൻ തന്നെ ഞാനിപ്പോ ബാക്ക് ബ്രേക്ക് ഇതുവരെ മാറിയിട്ടില്ല, പാഡ് മാറിയിട്ടില്ല. പക്ഷെ ഫ്രണ്ട് 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഞാൻ കൂടുതലും പിടിക്കുന്ന ഫ്രണ്ടാണ്. ഫ്രണ്ടിന് മാത്രം ബൈറ്റ് ഉള്ളൂ. ബാക്ക് സ്ലോ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ ടയർ എന്തെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചേഞ്ച് ചെയ്യാറില്ല. പക്ഷെ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. ചേഞ്ച് ചെയ്യണം. ബാറ്ററിയും അതുപോലെ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അതെ. അപ്പൊ ഇതിന്റെ സ്പെയർ പാർട്സിന്റെ ഒക്കെ ഒരു അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത് എനിക്ക് ഇപ്പൊ അങ്ങനെ വലിയ ഫീൽ ചെയ്യാനില്ല. പക്ഷെ തുടക്കത്തില് ഞാൻ കൂർഗിലേക്ക് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഇതുപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നു. അവിടെ വെച്ച് ഞാൻ പെട്ടുപോയതാണ്. ബ്രേക്ക് പാഡ് പിന്നുള്ള സർവീസ് സെന്റർ തന്നെ കോഴിക്കോടും പിന്നെ മൈസൂർ അങ്ങനെ പോയിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് സർവീസ് സെന്ററിലേക്ക് എത്തിയത്. അങ്ങനെ കുറച്ച് ആ സമയത്ത് ഇപ്പൊ എനിക്ക് പിന്നെ ഇത്രയും വേണ്ടി ഡീലർഷിപ്പ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സർവീസിന് കൊടുക്കുമ്പോ ഒരു അവരുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമ്മ പറയണ കംപ്ലൈന്റ്സ് കറക്റ്റ് ആയിട്ട് അവര് ഞാൻ ഇപ്പൊ കൊച്ചിയിലാണ് കൊടുക്കുന്നത്. കൊച്ചി ടോപ്പ് ലൈൻ ബിഗില്. അവിടെ ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ അടുത്തത് നമുക്ക് ചോദിക്കാനുള്ളത് ഹെഡ്ലൈറ്റിന്റെ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ. വിസിബിലിറ്റി ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഹൈവേയിലൊക്കെ പോകുമ്പോഴും നൈറ്റ് ഒക്കെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ വിസിബിലിറ്റി ഒട്ടുമില്ല. ഒന്നത് LED ലൈറ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഫോഗ് ലാമ്പ് കയറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് നൈറ്റ് റൈഡ് കൂടുതലും പ്രിഫർ ചെയ്യാറില്ല വണ്ടിക്ക്. ലോങ് പോവാണെങ്കിൽ കൂടുതൽ ഡേ ടൈമിൽ കവർ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ? മോഡിഫിക്കേഷൻ അങ്ങനെ കാര്യമായ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ PPF ചെയ്തിട്ടുണ്ട് വണ്ടിയുമ്മ. അത് കുറെ പേർക്ക് പെയിന്റ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത സമയത്ത് കുറെ പേർക്ക് പെയിന്റ് പൊളിഞ്ഞു വന്ന്. ഇപ്പൊ എനിക്കാണെങ്കിലും എഞ്ചിന്റെ ഈ ഭാഗത്തു നിന്നൊക്കെ പെയിന്റ് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഡീലർഷിപ്പിൽ കൊണ്ടുപോകുമ്പോ അവര് ജസ്റ്റ് ബ്രഷ് ടച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ PPF ചെയ്തപ്പോ ബോഡിയുമ്മ അങ്ങനെ വേറെ പെയിന്റ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല.
അപ്പൊ എഞ്ചിന്റെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ മോഡിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ ഈ എൻഡ് ബാർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങിച്ചപ്പോ ചെളി തെറിക്കണ നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മഡ് ഫ്ലാപ്പ് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോ ഭാവിയിലേക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരു മോഡിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഈ ബിഗ് വിങ് തന്നെ കുറെ ആക്സറീസ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഡ്യുവൽ സീറ്റ്, അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ്, മറ്റേ കാരിയർ. അപ്പൊ എനിക്ക് ബാക്ക് റെസ്റ്റും പിന്നെ ഈ നമ്മുടെ ബ്രേക്കിന്റെ എന്താ പേര് എനിക്ക് അറിഞ്ഞൂടാ, ലെഗ് സപ്പോർട്ട് ചെയ്യാൻ അത് ഇത്രയും കൂടി വലുതിപ്പോ തന്നെയുണ്ട്. അപ്പൊ അത് ഒന്ന് മാറ്റാൻ ആലോചനയുണ്ട്. പിന്നെ മിററിന്റെ വിസിബിലിറ്റിയും കുറവാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്റെ ഷോൾഡറിന് ഇത്ര ഭാഗം കവറാവും, പകുതിയോളം ഷോൾഡർ കവറാവും. അപ്പൊ മിററിന്റെ വിസിബിലിറ്റിക്ക് തുടക്കം ഭയങ്കര ഇഷ്യൂ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ യൂസ്ഡ് പോയി പുതിയ ആൾക്കാരൊക്കെ എടുക്കുമ്പോഴും ആ കംപ്ലൈന്റ് പറയുന്നുണ്ട്, മിറർ വിസിബിലിറ്റി ഇല്ലാന്ന്. അപ്പോ നമുക്ക് ഇനി മൈലേജിന്റെ ഒരു പാട്ടൊക്കെ പറയുകയാണെങ്കിൽ മൈലേജ് ഞാൻ അത്യാവശ്യം ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന ആളാണ്. എനിക്കൊരു മിനിമം 35, മാക്സിമം ഒരു 43 വരെ കിട്ടും. 43 വരെ കിട്ടും. ഓക്കെ. അത് സിറ്റിയിൽ ഇപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിൽ നിന്ന് എടുക്കാനൊക്കെ കുറച്ച് പാർക്കിങ്ങില് ഇപ്പൊ നമ്മള് ബാക്കിലേക്ക് കയറ്റുവാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ തിരിച്ചേക്കും വണ്ടി വെക്കുന്നത്. പിന്നെ അല്ലാണ്ട് നമുക്ക് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാനൊക്കെ വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല. സിറ്റിയിൽ അത്യാവശ്യം വെയിറ്റ് യൂണിഫോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ കയറി ഇരുന്നാലും നമുക്ക് സൈഡിലേക്ക് അങ്ങോട്ട് പോകണ പ്രശ്നമില്ല. ഇപ്പൊ സിറ്റിയില് ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോ എങ്ങനെയുണ്ട്? ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴും ക്ലച്ച് നല്ല സ്മൂത്ത് ആണ്. പിടിച്ചോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ക്ലച്ച് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം കുത്തി എടുക്കാനും ഇടയ്ക്കിടെ കയറ്റിയെടുക്കാനൊക്കെ നല്ല കംഫർട്ട് വണ്ടി. അത് ഒരു കമ്പ്യൂട്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആണ്. വേറൊരു ഇത് അത്യാവശ്യം മൈലേജും ഉണ്ട്, ഒരു ഡേ ടു ഡേ ആയിട്ടും യൂസ് ചെയ്യാം. ഹെഡ്ലാമ്പിന്റെ ഒരു ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മറ്റേ ട്രാക്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഉപകാരമാണ്. ട്രാക്ഷൻ കൺട്രോൾ ഒക്കെ ഉണ്ടല്ലേ? ട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ വണ്ടി മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ ഹോണ്ടയുടെ വണ്ടിയാകുമ്പോ തന്നെ പൊതുവെ എല്ലാവർക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവും. ഞാൻ അവർക്ക് കുറച്ചുകൂടെ ഓടിക്കാൻ കൊടുക്കും. ഓടിക്കുമ്പോ തന്നെ അവര് ഇഷ്ടപ്പെടും. ഓക്കെ. അതിന്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ പക്കയാണല്ലോ അല്ലേ? നമുക്ക് ലോങ് റൈഡ് ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ അത്യാവശ്യം ലോങ് പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ബാക്ക് പെയിൻ ഇല്ല, പക്ഷെ സീറ്റ് ഇത്രയും കൂടി എന്താണ് സോഫ്റ്റ് ആകായിരുന്നു. കുറച്ചും സോഫ്റ്റ് ആണ്, ഇപ്പൊ ഇത്തിരി കുറച്ച് ഹാർഡ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും വേറെ R15 ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും സോഫ്റ്റ് ആണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഓക്കെ. അപ്പൊ താങ്ക് യു ബ്രോ. ഓക്കെ.